അജയ അജയ അവൻ എന്തിയടി അജയൻ? അജയ എവിടെയാടി അവൻ? ഒളിപ്പിച്ച് നിർത്തിയിരിക്കാനോടി അവനെ? പോലീസിന്റെ അടുത്ത് കളി വേണ്ട മോളെ. പോലീസിനെ പറ്റിക്കാൻ നോക്കിയാലേ അവരിടിച്ചവന്റെ ചങ്ക് കലക്കും, ഓർത്തോ? എടാ അജയ, മോശം എവിടെ പോയി കിടക്കണം? അജയ, അവൻ എവിടെ പോയി? അവന്റെ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ, ബാഗും കാണുന്നില്ല. സാറേ, അവനെ കാണുന്നില്ല. എവിടെ പോയി? അറിയില്ല സാറേ. അവനിവിടെ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നതാ. പോയി നോക്കടോ. എല്ലായിടത്തും നോക്കിയോ? അവന്റെ മുറിയിലില്ല, അടുക്കളയിലും ഇല്ല, ഈ വീട്ടിൽ ഒരിടത്തും ഇല്ല സാറേ. പിന്നാമ്പുറത്ത് നോക്കിയോ? ഞങ്ങൾ വന്നത് കണ്ടിട്ട് പിന്നാമ്പുറത്തൂടെ ചാടി സ്ഥലം വിട്ട് കാണും. ഇവിടെ കാര്യമില്ല. അവൻ എവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരുടെ വീടുകൾ, ബന്ധു വീടുകൾ. അങ്ങനെയൊന്നും ഇല്ല സാറേ. ഈ വീട്ടിൽ അവനില്ല സാറേ. എല്ലായിടത്തും നോക്കിയോ? സർ, പിന്നാമ്പുറത്തും പുരയിടത്തിലും നോക്കി. അവൻ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നു. ആ പെൺകുട്ടിയുടെ വിളിക്ക്. വീടിന്റെ മുൻഭാഗത്തൊക്കെ നോക്ക്. അയൽക്കാരോടും ചോദിക്കുക കണ്ടോന്ന്. അപ്പോ എവിടെയാടി അവനെ ഒളിപ്പിച്ചത്? ഞങ്ങൾ ആരെയും ഒളിപ്പിച്ചിട്ടില്ല. കള്ളം പറയുന്നൂടി. അവൻ എവിടെ പോയി? സത്യം പറ. അജയൻ ഇവിടെ ഉണ്ടെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പോഴാ അറിയുന്നത് ഇവിടെ ഇല്ലെന്ന്. ഇന്നലെ രാത്രി അവനിവിടെ ഉണ്ടായിരുന്നല്ലേ? അതെ, ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണ്ടായിരുന്നു. രാവിലെ അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നേരം വെളുത്ത ശേഷം കണ്ടില്ല. കാണാഞ്ഞിട്ട് നിങ്ങൾ തിരക്കിയില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇപ്പൊ നോക്കിയപ്പോ അവന്റെ ബാഗ്, സർട്ടിഫിക്കറ്റുകൾ ഒന്നും കാണാനില്ല. മേശവരിപ്പിനകത്ത് വെച്ചിരുന്നത്. അവൻ എവിടെ പോയിരുന്നാലും അവനെ ഞങ്ങൾ പൂക്കും, ഓർത്തോ? അവന് റാസ്കൽ.
അവനെവിടെ പോയത് അമ്പിളി? എനിക്ക് എങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? ആരോടും പറഞ്ഞില്ലേ? അവൻ എങ്ങോട്ടാ പോയേ? എപ്പോഴാ പോയേ? ഡ്രസ്സും സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ടുപോയി. അവൻ എന്ത് മണ്ടത്തരവ് കാണിച്ച്? അവൻ എന്തറിയാം? പിന്നെ എന്ത് ചെയ്യണായിരുന്നു? പോലീസിന് പിടി കൊടുക്കണായിരുന്നോ? അവനെ പോലീസ് കൊണ്ടുപോയി തല്ലി ചതയ്ക്കുന്നതായിരുന്നോ അമ്മയ്ക്ക് ഇഷ്ടം? എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ ഈ നരകത്തിൽ. അവനൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ എങ്ങോട്ടാണെന്ന്? അറിഞ്ഞിട്ട് എന്തിനാ? സുരേന്ദ്രൻ ചേട്ടൻ വന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാനോ എന്റെ മോൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന്? ഞാൻ എന്റെ മോനെ ഒറ്റ കൊടുക്കോടി. അമ്മയല്ലേ, അമ്മ അയാളെയും കൂട്ടിക്കൊണ്ട് പോയി ചൂണ്ടി കാണിച്ചു കൊടുക്കും. ദേ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. നീ ഇങ്ങനെയൊന്നും പറയല്ലേ അരുണിവേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ ചെയ്തതെല്ലാം വളരെ ശരിയാ. സ്വന്തം മക്കളെ സംരക്ഷിക്കാനുള്ള പൈസ എടുത്ത് ചേച്ചിയുടെ മക്കൾക്ക് കൊടുത്തത് ശരിയാ. വയ്യാത്ത അച്ഛനെ കൊണ്ട് കടം വാങ്ങിപ്പിച്ച് സുഗുണ ചേച്ചിയുടെ കല്യാണം നടത്തി കൊടുത്തത് ശരിയാ. അച്ഛനെ വിഷമിപ്പിച്ച് രോഗിയാക്കി കൊന്നത് ശരിയാ. അമ്മയുടെ ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ചേട്ടന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി സ്വന്തം അഭിമാനം മാത്രമല്ല സ്വന്തം മകളുടെ മാനം കൂടി കൊണ്ടുപോയി പണയം വെച്ചത് വളരെ ശരിയാ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തതെല്ലാം വളരെ വളരെ ശരിയാ. പോരെ? അമ്മയുടെ സ്വന്തം പേരിലുള്ള വീട് ശത്രുക്കൾ കൈയടക്കി വച്ചിരിക്കുക. ജാനിക്കുട്ടി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ 1000 വട്ടം പറഞ്ഞു, എന്റെ കൂടെ നിൽക്ക്, ഞാൻ ഇവരെ ഒഴിപ്പിച്ചു വിടാം, ഇവർക്കെതിരെ ഒന്നിച്ചു നിൽക്കാന്നൊക്കെ. ഇല്ല, അമ്മയുടെ ചെറു വിരല് പൊങ്ങൂല. അമ്മയുടെ ദുഷ്ട പിശാച് ചേച്ചിക്കും സുരേന്ദ്രൻ ചേട്ടനും എതിരെ. എന്നിട്ടിപ്പോ മകൻ എവിടെ പോയിന്ന് അറിയാഞ്ഞിട്ട് വലിയ ദണ്ണ. അവനൊരാണല്ലേ, എവിടെയെങ്കിലും പോയി തെണ്ടിയെങ്കിലും ജീവിച്ചോളും. സുരേന്ദ്ര ചേട്ടന്റെ പോലീസിന് ഇടിക്കാൻ ഭാഗത്തിന് അവൻ നിന്നു കൊടുത്തില്ല. ഇപ്പൊ അതായിരിക്കും അമ്മയുടെ വിഷമം. അവിടെ ഇരുന്ന് വിഷമിക്ക്. എന്നിട്ട് ചെയ്തു കൂട്ടിയ ശരികളൊക്കെ ഒന്ന് ഓർക്ക്. അന്നേരം സമാധാനം കിട്ടും. എന്താ സാറേ? ചായയോ കാപ്പിയോ വടയോ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടോ? ശരി. ഫണ്ടിന്റെ കാര്യം എങ്ങനെ മതി സാറേ? നമ്മുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. പിരിച്ചെടുത്തതൊക്കെ തീർന്നു. ഇനി പിരിക്കാനും നിവർത്തിയില്ല.
പറയാന്? ഫണ്ടില്ലാതെ പ്രചരണം മുന്നോട്ട് പോവില്ല. പ്രചരണം നടത്തിയില്ലെങ്കിൽ നമ്മൾ പിറകിലായി പോകും. ഇപ്പൊ തന്നെ ഒപ്പത്തിനൊപ്പം അവന്മാരും കയറി വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്. പാർട്ടി ഫണ്ട് എടുത്ത് കളിച്ചാൽ മതിയല്ലോ. എന്ത് ചെയ്യും അങ്കിളെ? എന്റെ 2.5 ഏക്കർ വിൽക്കായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ കേസായി പോയില്ലേ? ഇലക്ഷൻ വർക്കിന്റെ കുറവുകൊണ്ട് നമ്മൾ തോറ്റുപോകരുത്. ഇതുവരെ നമ്മളായിരുന്നു മുമ്പിൽ. നമുക്ക് ആൾബലം വേണ്ടുവോളം ഉണ്ട്. പൈസയാ ഇല്ലാത്തത്. ഒന്നുകൂടെ പിരിവിന് ഇറങ്ങിയാലോ? അതിന് ശരിയാവത്തില്ല മാസാറേ. പിരിവിന് ചെല്ലുന്ന തന്നെ ആളുകൾക്ക് വെറുപ്പാ. ഇനി 27 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി എത്ര രൂപ വേണ്ടി വരും പ്രചരണം തീരും വരെ? നമ്മുടെ എതിരാളികൾ 2 കോടിയെങ്കിലും വാരി വിതറും. നമ്മള് പറഞ്ഞോ, മടിക്കണ്ട. ഒരു 50 ലക്ഷമെങ്കിലും വേണ്ടി വരും മാസാറേ. 50 ലക്ഷം? അത് തന്നെ കുറഞ്ഞു പോയെന്ന എന്റെ അഭിപ്രായം. അങ്കിളെ, ലോൺ എടുത്താലോ? ആര് തരും എനിക്ക് 50 ലക്ഷം ലോൺ? ഏത് ബാങ്ക് തരും? ഏതെങ്കിലും ബാങ്കുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ? 5 ലക്ഷം രൂപ കിട്ടിയേക്കും. എനിക്ക് ഈ IT റെക്കോർഡ്സ് ഒന്നുമില്ല, ജോലിയില്ല, വരുമാനമില്ല. ബാങ്ക് ലോൺ തരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻകം സോഴ്സ് കാണിക്കണം. NRIക്കാർക്ക് ബാങ്കുകാർ ലോൺ കൊടുക്കുമല്ലോ. അങ്കിളിന്റെ അനുജന്റെ പേരിൽ ലോൺ എടുക്കണം. അതൊന്നും ശരിയാവില്ല മോളെ. അവനൊക്കെ ഒരു ഡിസിപ്ലിനിൽ ജീവിക്കുന്നവനാ. ആ ലിമിറ്റ് വിട്ട് ഒന്നും ചെയ്യില്ല. അതും എനിക്ക് വേണ്ടിയല്ലല്ലോ. അവന്റെ കാഴ്ചപ്പാടിൽ നീയല്ലേ സ്ഥാനാർത്ഥി. തന്നെയല്ല, നിനക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിത്തരാൻ അവൻ എന്ത് ബാധ്യത? ലോൺ എടുത്താൽ തന്നെ അത് വീട്ടാൻ പറ്റുന്ന എന്താ ഗ്യാരണ്ടി? നീ ജയിക്കുമെന്നുള്ള കാര്യത്തിലും അവന് ഉറപ്പൊന്നുമില്ലല്ലോ. മനുഷ്യര് പല തരക്കാരല്ലേ, പല ചിന്താരീതികളല്ലേ. തൽക്കാലത്തെ ആവശ്യത്തിന് കുറച്ച് പണം കടം ചോദിച്ചാലോ? വേണ്ട, ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കത് ക്ഷീണമാണ്. നമുക്ക് ശാരദാമ്മച്ചയെ കൊണ്ട് ചോദിപ്പിച്ചാലോ? അതൊന്നും എളുപ്പമല്ല മോളെ. നമുക്ക് ഉടനെ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. നാളെ വർക്ക് ചെയ്യണ്ടേ? ഓടനവട്ടത്ത് മാത്രമല്ലല്ലോ, എത്ര പഞ്ചായത്തുകള്, എത്ര വാർഡുകള്, എത്ര ബ്ലോക്കുകള്. എല്ലായിടത്തോട്ടും പണം ഒഴുകി ചെല്ലണം. ഇല്ലെങ്കിൽ കറണ്ട് പോയ യന്ത്രം പോലെ എല്ലായിടത്തും പ്രവർത്തനം നിലയ്ക്കും.